ഇപ്പം പുതുതായി എൻ്റെ വാർഡിലൊരു കട ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. എന്നാന്ന് വെച്ചാൽ ഒരു ഒരു ബേക്കറി ഇവിടെ കൂൾ ബാർ ആയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 2020 മൂന്നാം വാർഡിൽ നിന്ന് തന്നെ രണ്ടാം വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ഒരു കടയാണ്. അത് വീണ്ടും മൂന്നാം വാർഡിലോട്ട് തിരിച്ചു വരുമ്പം അന്ന് 2020 എന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഇത് രണ്ടാം വാർഡിൽ നിന്ന് വീണ്ടും മൂന്നാം വാർഡിലേക്ക് വരുമ്പോൾ ഈ തവണ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ടീസ് കണ്ട് പിന്നെ വാർഡിലെ ജനങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ട് മെമ്പറെ ഇങ്ങനെ ഒരു കട ഉദ്ഘാടനം ഇവിടെ നടക്കുന്നുണ്ട്, എന്തുകൊണ്ട് മെമ്പറിൻ്റെ പേര് വന്നില്ല എന്ന് പറഞ്ഞു. പ്രോട്ടോകോൾ അനുസരിച്ച് വാർഡ് മെമ്പറാണല്ലോ വരേണ്ടത്. ഇവർ ഒരു കാരണം പറയുന്നത്, എന്നെ വിളിക്കാതിരുന്നതിൻ്റെ കാരണം പറയുന്നത്, ഞാൻ 2010 ഒരു CPM-ൻ്റെ പാനലിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഞാൻ റിബലായിട്ട് മത്സരിച്ചു എന്ന കാര്യമാണ് പറയുന്നത്. അപ്പം പിന്നെ ഞാൻ ജാതീയമായിട്ട് ഇതിനകത്ത് നിന്ന് എന്തൊക്കെയോ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതെന്നും പറഞ്ഞ് ആൾക്കാർ എന്തോ നേടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പല ഭാഗത്തു നിന്ന് കമൻറ്റുകൾ വന്നപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, എന്നെക്കൊണ്ട് ഒന്നും തുറന്നെഴുതിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേന് ഇതിനകത്ത് ഈ കടയുടമയുടെ ഭർത്താവ് തന്നെ നേരത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, ഇപ്പം ബ്രാഞ്ചിലൊന്നുമില്ല. അപ്പോൾ ആ ആൾ തന്നെ തുളസി ഇപ്പോൾ പാർട്ടി മെമ്പർ അല്ല എന്നൊരു കമൻറ്റുമായിട്ട് വരികയും ഞാനത് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അപ്പം തന്നെ ഞാൻ പിന്നെ കടയുടമയുടെ ഭർത്താവിന് മറുപടി കൊടുത്തു, തുളസി പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ആളല്ല, CPM-ൻ്റെ മെമ്പർ അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇടതുപക്ഷം എരുമേലി പഞ്ചായത്ത് ഭരിക്കില്ല എന്ന് ഞാൻ പറയുകയും ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ പിന്നെ ഞാൻ പാർട്ടി മെമ്പർ അല്ലെന്ന് പറയാൻ ഈ ആൾക്ക് ആരാണ് അധികാരം കൊടുത്തത്. അപ്പോൾ ആ ആൾ എന്നോട് പറഞ്ഞാൽ നമുക്കത് ചോദിച്ചിട്ട് ഞാൻ പറയാൻ പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ചാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അത് ചോദിച്ചിട്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുകയും വീണ്ടും എന്നെ ആക്രമിക്കുന്ന രീതിയിലുള്ള പിന്നെ കമൻറ്റുകൾ വരികയും ചെയ്തതിനനുസരിച്ച് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കുറേയൊക്കെ ഞാൻ അതുതൊട്ടേ തുറന്ന് പറഞ്ഞു. ഒരു വർഷം ഞാൻ പാർട്ടിയായിട്ട് യോജിച്ചു പോയതാണ്. അപ്പോൾ എന്നെ ഒരു ചുമടുകാരിയാക്കിയും അങ്ങനത്തെ ഒരു രീതിയിലുള്ള അവഗണനയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തുളസി ഒരു കോപ്പും പറയണ്ട എന്ന രീതിയിൽ എൻ്റെ അടുത്തോട്ട് ചാടി വരികയും പിന്നെ ആക്രോശിച്ചുകൊണ്ട് തന്നെ ചാടി വരികയും എന്നെ തല്ലാൻ ശ്രമിക്കുകയും ചെയ്ത് രണ്ടാമത് ഞാൻ ആ പാർട്ടി ഓഫീസിൽ തന്നെ ഇരുന്ന് ഞാൻ വീഡിയോ പിടിച്ചു, രണ്ടാമത്തത്. അപ്പോൾ തല്ലാൻ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അപ്രതീക്ഷിതമായി വരുന്നതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. അത് ഞാൻ നേതൃത്വത്തെ അന്ന് തന്നെ അറിയിച്ചതാണ്. അറിയിച്ചിട്ട് എനിക്കൊരു നീതി കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുടെ ഗ്രൂപ്പിൽ ഇത് വീഡിയോ സഹിതം പോസ്റ്റ് ചെയ്ത് എനിക്ക് നീതി കിട്ടിയില്ല. അവിടുന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് നീതി കിട്ടാത്തത്തോളം ഞാൻ ഇനി ഈ പാർട്ടി ഓഫീസിൻ്റെ പടി കയറുകയല്ലെന്നും പറഞ്ഞ് ഞാൻ അന്ന് ആ പാർട്ടി ഓഫീസിൻ്റെ പടി ഇറങ്ങി. അതിൽ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരുമില്ല. അപ്പോൾ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരു രീതി വന്നപ്പോൾ ഞാൻ പലരോടും പറഞ്ഞു, ഞാൻ പലതും തുറന്ന് പറഞ്ഞാൽ ചീഞ്ഞു നാറുക, എൻ്റെ പുറകെ വരില്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, അതിന് വർഗീയത കലർത്തല്ലേ